ജാറങ്ങളിൽ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത് കാണാറുണ്ട്. എന്താണ് അതിന്റെ ഇസ്ലാമിക മാനദണ്ഡം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജാറങ്ങളിൽ നിലവിളക്ക് കത്തിക്കുന്നത് കാണാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ജാറങ്ങൾ സന്ദർശിക്കാറുണ്ട് അദ്ദേഹം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ജാറത്തിന്റെയൊക്കെ ഉള്ളിലാണ് വിളക്ക് കത്തിക്കാറുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ജാറങ്ങൾ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നു. നമ്മളൊക്കെ അതിന്റെ ആളുകൾ തന്നെയാണ്. ഏതായിരുന്നാലും സന്തോഷം. ജാറങ്ങളിൽ വിളക്ക് കത്തിക്കുക എന്നതിന് പ്രത്യേകമായ ഒരു ഹുക്കുമൊന്നും ഇല്ല. വീടുകളിലും പള്ളികളിലുമൊക്കെ വിളക്ക് കത്തിക്കാറുണ്ട്. അതുപോലെ ജാറങ്ങളിലും വിളക്കുകൾ കത്തിക്കുന്നു. വീട്ടിൽ കത്തിക്കാം. ചെറുതും വലുതുമായ വിളക്കുകളൊക്കെ വീടുകളിൽ കത്തിക്കാം. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറഞ്ഞതുപോലെ ജാറങ്ങളിൽ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വരുന്നവരൊക്കെ ഇരുട്ടിൽ തപ്പണം എന്ന ചില ആളുകളുടെ ചിന്താഗതി അത്ര ശരിയല്ല. അതുകൊണ്ട് തന്നെ ജാറങ്ങളിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഖബറുകളുടെ സമീപത്തൊക്കെ വിളക്കുകൾ കത്തിച്ചു വെക്കാറുണ്ട്. പണ്ട് മുതൽ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ്. അവിടങ്ങളിൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ആ വിളക്കിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കത്തിക്കുക. അപ്പൊ ആ വെളിച്ചെണ്ണ മഹാന്മാരുടെ സാമീപ്യം ഉള്ള സ്ഥലത്തുള്ളതിനൊക്കെ ബറക്കത്തുണ്ടാകും എന്നാണ്. ആ രീതിയിൽ അവിടെയുള്ള ആ വിളക്കിലൊക്കെയുള്ള വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് തങ്ങൾ ശരീരത്തിലൊക്കെ തടവാറുണ്ട്. ബറക്കത്തും ഷിഫയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട്. അതൊക്കെ ജായിസാണ്, പുണ്യകർമ്മം തന്നെയാണ് എന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു. അപ്പോ ജാറങ്ങളിൽ വിളക്ക് കത്തിക്കുന്നതിന് പ്രത്യേകമായ ഒരു ഹുക്കുമൊന്നുമില്ല. കാരണം അത് ഏതെങ്കിലും ഇതര മതവിഭാഗങ്ങളുടെ ആചാരത്തെ പിന്തുടരൽ അല്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ വിവാദമായിട്ടുള്ള നിലവിളക്ക് കൊളുത്തുന്നതും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നത് ശരിയല്ല. സദുദ്ദേശ്യം ഉള്ളവരൊന്നും അതിന് മെനക്കെടുകയും ഇല്ല. കാരണം ഇന്ന് വിവാദമായിട്ടുള്ള നിലവിളക്ക് കൊളുത്തൽ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആചാരം എന്ന നിലക്ക് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് കേവലം വിളക്ക് കൊളുത്തൽ മാത്രമല്ല, ചിലയിടങ്ങളിലൊക്കെ അതിനോടനുബന്ധമായി അരിയും കതിരും ഒക്കെ അതിന്റെ കൂടെ വെക്കാറുണ്ട്. അത് കേരളത്തിലെ ഹിന്ദു മത വിശ്വാസികളുടെ ഒരു മതപരമായ ചടങ്ങ് എന്ന നിലക്കാണ് അവർ ചെയ്യാറുള്ളത്. അതുതന്നെയാണ് ചില ഉദ്ഘാടന ചടങ്ങുകളോട് അനുബന്ധിച്ചും കേരളത്തിൽ ഉണ്ടാകാറുള്ളത്. അത് ഒരു മതവിഭാഗത്തിന്റെ ആചാരം എന്ന നിലക്കാണ്. എന്നാൽ ജാറത്തിൽ വിളക്ക് കത്തിക്കുന്നത് അവിടെ വെളിച്ചം കാണാനും അവിടെ അന്തി ഉറങ്ങുന്നത് ഒരു മഹാനാണ് എന്ന് സിയാറത്ത് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അറിയാനുള്ള സൗകര്യത്തിനും വേണ്ടിയാണ്. അത് രണ്ടും രണ്ടാണ്. നിലവിളക്ക് എന്ന ഓടുകൊണ്ടോ മറ്റോ ഉണ്ടാക്കിയ ആ ഒരു വിളക്കിന് പ്രത്യേകിച്ച് ഒരു ഹുക്കുമൊന്നും ഇല്ല. എന്നാൽ അത് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ഇസ്ലാമിന് പറ്റാതാകുന്നു. വെളിച്ചത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇസ്ലാമിന് വിരോധമില്ലാതാകുന്നു. അതാണ് അതിലുള്ള ഹുക്കുമ്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് പറഞ്ഞ വെളിച്ചത്തിനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇവിടെ 40-100 വോൾട്ടേജുള്ള ബൾബും ട്യൂബ്ലൈറ്റും ഒക്കെ കത്തുന്നതിന് താഴെ പിന്നെ നിലവിളക്ക് കത്തിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഈ പ്രവാചകന്മാര് ഏതെങ്കിലും ഇതുപോലെ ജാറമുണ്ടാക്കി അവിടെ വെളിച്ചെണ്ണ ഈ നിലവിളക്കിലോ അല്ലാത്ത വിളക്കിലോ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തതായിട്ടുള്ള എന്തെങ്കിലും രേഖയുണ്ടോ?
നിങ്ങളെ വീട്ടിൽ വലിയ മെർക്കുറി ബൾബ് കത്തുന്നതിന്റെ അപ്പുറത്ത് ചെറിയ ബൾബ് കത്തലുണ്ട്, അതിന്റെ വല്ല ആവശ്യമുണ്ടോ? വലിയ ട്യൂബ് ലൈറ്റ് 5-6 കത്തുന്ന ഹാളിൽ തന്നെ ഒരു ചെറിയ ബൾബും കത്താറുണ്ട്. സത്യത്തിൽ അത് ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ പലതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ജാറത്തിൽ മാത്രം പാടില്ല എന്നും വീട്ടിലും മറ്റുമൊക്കെ ഇതിന് ഒരു വിരോധമില്ല എന്നും പറഞ്ഞാല് അതിന് ഒരർത്ഥമല്ല. ജാറത്തിൽ ആ വിളക്ക് കത്തിച്ചു വെക്കലൊരു പുണ്യപ്രവർത്തനമാണെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. എന്നാൽ അതിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞു, അതിൽ കത്താൻ ഉപയോഗിക്കുന്നതോടൊപ്പം അത് ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാരണം മഹാന്മാരോട് ചേർന്ന് നിൽക്കുന്നതിനൊക്കെ ബറക്കത്തുണ്ടാകും എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെയുള്ള വെളിച്ചെണ്ണ ശിഫക്ക് വേണ്ടിയും ബറക്കത്തിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ആ രീതിയിൽ അതിനെ ഉപയോഗിച്ചു വരുന്നു. ചിലയിടങ്ങളിലൊക്കെ അത് കത്തിക്കാറുണ്ട്. ഏതെങ്കിലും അദ്നാ ഹാജത്ത് കത്തിക്കുന്നതിൽ ഉണ്ടെങ്കിൽ അതിന് വിരോധമില്ല എന്നാണ് അത് സംബന്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്നാ ഹാജത്ത് എന്നതിന്റെ കൂട്ടത്തിൽ ആ വിളക്ക് അവിടെ ഉള്ള സ്ഥിതിക്ക് മുമ്പ് അതിനെ അവിടെ സ്ഥാപിച്ചത് വെളിച്ചം കിട്ടാനാണ് എന്നുള്ള നിലക്കും അത് കത്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ഈ പറയപ്പെട്ടതിൽ നിന്നൊക്കെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് മനസ്സിലാകുന്നു. പിന്നെ പ്രവാചകന്മാരുടെ ഖബറിനോടനുബന്ധിച്ച് നിലവിളക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുക്കലുള്ളതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുക്കലുള്ളതേ മറ്റുള്ള ഖബറിന്റെ അടുക്കൽ ഉണ്ടാകാവൂ എന്ന് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു വിധിയില്ല. എന്നാൽ നിങ്ങളോട് അങ്ങോട്ടുള്ള ഒരു ചോദ്യം, പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുക്കലുള്ളതൊക്കെ പറ്റും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ന് നിലവിലുള്ള പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുക്കലുള്ളതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഏറ്റവും ഒടുവിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനോട് അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളും അവിടെയുള്ള വസ്തുക്കളും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുന്നതാണോ? എന്നാലല്ലേ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥമുള്ളൂ. എന്നാൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രവാചകന്മാരുടെ ഖബറിനോട് അനുബന്ധിച്ചുള്ളതേ മറ്റുള്ളവരുടെ ഔലിയാക്കളുടെ ഖബറിന്റെ അടുത്തും ഉണ്ടാകാവൂ എന്ന് ഇല്ല. അങ്ങനെ എവിടെയുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാവുന്നതാണ്. അതോടെ ചോദിക്കേണ്ടായി 100 ബൾബ് കത്തിക്കുന്ന ആർപ്പിന്റെ കത്തിക്കാറില്ലേ എന്നൊക്കെ. സാറിനോട് പറയേണ്ടായി വെളിച്ചുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിത് കത്തിച്ചു വെക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല വെളിച്ചമുള്ള സമയത്ത് പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? അക്കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകൾ പഴയ കാലഘട്ടങ്ങളിൽ കറണ്ടില്ലാത്ത സമയത്ത് നമ്മൾ ബൾബ് വിളക്കുകൾ കത്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വിളക്ക് സമ്പ്രദായം നമ്മൾ എടുത്തു കളഞ്ഞല്ലോ. കാരണം നമുക്കൊക്കെ വെളിച്ചത്തിൽ നമുക്ക് ബൾബും കറണ്ടും എല്ലാം ഉള്ള കാലഘട്ടത്തില് വീണ്ടും നിങ്ങൾ ഈ നിലവിളക്ക് കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അപ്പൊ കറണ്ട് ഇല്ലാത്ത കാലത്ത് നിലവിളക്ക് വെക്കായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കറണ്ടൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു നിലവിളക്ക് വെച്ചിരുന്നത്. അത് ശരിയായിരുന്നു എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന് കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആകെയുള്ള സംശയം ഇപ്പത് പിന്നെ വലിയ വെളിച്ചുണ്ടാകുമ്പോ ഈ ചെറുത് വേണ്ടല്ലോ എന്നല്ലേ ഉള്ളൂ. മുമ്പ് വെളിച്ചം ഇല്ലാത്ത കറണ്ടൊന്നും ഇല്ലാത്ത കാലത്ത് നിലവിളക്ക് അവിടെ വെച്ചുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? കറണ്ടില്ലാത്ത കാലത്തായാലും നമുക്ക് നിലവിളക്ക് വെക്കേണ്ട ഒരു ആവശ്യം, അതൊരു ദീപാരാധനയുടെ ഒരു ഉപകരണം തന്നെയാണ് കേരളത്തിൽ നിന്ന് വരയ്ക്ക്. നമ്മുടെ നാടുകളിലൊക്കെ കറണ്ട് ഇല്ലെങ്കിലും കാസ്ലൈറ്റോ മറ്റുള്ള സാധനങ്ങളാണ് നമ്മളന്ന് ഉപയോഗിച്ചിരുന്നത്. പഴയ കാലത്ത്
വിളക്കുകൾ മറ്റു രൂപത്തിലുള്ള വിളക്കുകളാണ് നമ്മൾ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ബഹുഭൂരിപക്ഷം പേരും കൂടുതലും എല്ലാവരും ഉപയോഗിച്ചത്. ആരും വീടുകളിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിന്റെ മുന്നിലിരുന്ന് ഖുർആൻ ഓതാറുണ്ടായിരുന്നില്ല. മുസ്ലിം സഹോദരങ്ങളാണ് അത് ചെയ്തിരുന്നത്. അത് യഥാർത്ഥത്തിലൊരു ഹൈന്ദവ ആചാരത്തിന്റെ അവരുടെ ദീപാരാധനയുമായി ബന്ധപ്പെട്ടുള്ളൊരു വസ്തു തന്നെയാണത്. അത് മൻഹജുസ് സലഫ് എന്ന ഐഡിയയിലുള്ള സഹോദരൻ മനസ്സിലാക്കിയതിലുള്ള ഒരു പാളിച്ചയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ദീപാരാധനയാകുന്നത്, ദീപാരാധന എന്ന് പറയുന്ന രൂപത്തിൽ അതിനെ വിശ്വസിക്കുന്ന മതവിഭാഗം, അവർക്കതിന് ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. അത് കത്തിക്കാൻ നിൽക്കേണ്ട ശൈലി, കത്തിക്കുന്ന രൂപം, തിരികളുടെ എണ്ണം, വിളക്ക് കൊളുത്തേണ്ട രീതി, ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. മതാചാരം എന്നുള്ള നിലക്ക് ഹിന്ദു മതവിശ്വാസികൾ അങ്ങനെ വിശ്വസിച്ചു വരുന്നു. ജാറങ്ങളിൽ ഉള്ള ഏതെങ്കിലും ഒരു വിളക്ക് അത് കൊളുത്താൻ വേണ്ടി പ്രത്യേകിച്ച് ഒരാൾ വരാറില്ല. അത് കൊളുത്താൻ പ്രത്യേകിച്ച് ഒരു ശൈലിയില്ല. അത് കൊളുത്താൻ പ്രത്യേകിച്ച് തിരിയുടെ എണ്ണങ്ങളില്ല. അത് ഒരു തിരി കത്തിക്ക, രണ്ട് തിരി ഉണ്ടെങ്കിൽ രണ്ട് കത്തിക്ക. കൂടുതൽ വെളിച്ചം ആവശ്യമായിരുന്ന കാലത്ത് കൂടുതൽ തിരികൾ കത്തിച്ചിരുന്നു. ഇപ്പോഴും അത് കത്തിക്കുന്നതിൽ മാക്സിമം നമ്മൾ കണ്ടെത്തിയാൽ ഒരു അബസ് എന്നുള്ളതേ വരുള്ളൂ, അഥവാ ഒരു അത്യന്താപേക്ഷിതമല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതേ വരുള്ളൂ പരമാവധി പോയാൽ. അല്ലാതെ ഒരിക്കലും അതൊരു ദീപാരാധനയായി കണ്ടുകൊണ്ട് ഒരാളും അതിനെ ഒരു ജാറത്തിലും പ്രതിഷ്ഠിച്ചിട്ടില്ല. ഒരു ജാറത്തിലും അത്തരത്തിലുള്ള രീതിയിൽ അതിനെ കത്തിക്കുന്നുമില്ല. ദീപാരാധന എന്നുള്ള നിലക്കാണ് നമ്മുടെ കേരളത്തിൽ അതിനെ ചില ചടങ്ങുകളോട് അനുബന്ധമായി ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് നമ്മളൊക്കെ പറയുന്നു. ജാറങ്ങളിൽ കത്തിക്കുന്നത് കൊണ്ട് അത് സ്ഥാപിച്ച കാലം മുതൽ ഇന്നേ വരെ ഒരാൾക്കും ദീപാരാധന എന്നുള്ള ഒരു ലാഞ്ചന പോലും അതിൽ വന്നിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. അതിനുവേണ്ടി ഒരു ജാറത്തിലും അത് സ്ഥാപിച്ചിട്ടും ഇല്ല. വെളിച്ചം കിട്ടാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ അതിലുള്ള എണ്ണ ബറക്കത്തിനു വേണ്ടിയും ഷിഫക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാകുന്നു ജാറങ്ങളിൽ അത് കത്തിക്കുന്നത്. അതിന് ഒരു തരത്തിലും വിരോധം കാണാൻ ഇസ്ലാമിന്റെ ഒരു മാനദണ്ഡം ഉപയോഗിച്ചും ഒരാൾക്കും സാധ്യമല്ല എന്നുള്ള വസ്തുത കൂടി ബഹുമാനപ്പെട്ട മൻഹജ് സലഫ് എന്ന ഐഡിയയിലുള്ള സഹോദരനെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റെന്തെങ്കിലും അത് സംബന്ധമായി പറയാനുണ്ടെങ്കിൽ ആകാവുന്നതാണ്. അതെ, ഇവിടെ അത് പറയണ്ടായി, ഇത് ബർക്കത്ത് എടുക്കാനാണ് ഇവിടെ ഈ ഇത് കത്തിച്ചിട്ട് അതിൽ നിന്നുള്ള എണ്ണ കൂരി കൊടുക്കാറ്. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ പോയിട്ട് കുടിച്ചിട്ടുമുണ്ട്. പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലൊക്കെ ജാറങ്ങളില് ഈ നിലവിളക്ക് അതില് എണ്ണ ഒഴിച്ചിട്ട് കോരി വരുന്ന ജനങ്ങൾക്കൊക്കെ കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. ഞാനിവിടെ സ്ഥാപനങ്ങൾ ചോദിക്കണ്ടായി, ഒരുപാട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് സഹാബാക്കൾ ഷഹീദായതടക്കം ഉണ്ടായിരുന്നു. ആ ഷഹീദായവരുടെ ഒരു ജാറം കെട്ടിപ്പൊക്കിയിട്ടോ ഇങ്ങനൊരു ഇസ്ലാമിൽ ഒരു ആചാരം ഉണ്ടായിരുന്നുവോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അത് അതിനൊന്നും പറഞ്ഞില്ല. ഞാനതിന് പറഞ്ഞു, നിങ്ങളത് കേട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാനതിന് പറഞ്ഞു, പ്രവാചകന്മാരുടെ ഖബറിനോട് അനുബന്ധിച്ചുള്ളത് മാത്രമേ മറ്റുള്ളവരുടെ ഖബറിന്റെ അടുക്കലും ഉണ്ടാകാവൂ എന്നൊരു നിയമം ഇസ്ലാമിൽ ഇല്ല. രണ്ടാമത് ഞാൻ നിങ്ങളോട് ചോദിച്ചു, പ്രവാചകന്മാരുടെ ഖബറിനോടനുബന്ധിച്ചുള്ള നിലവിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അതൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്ന എങ്ങനെ ശരിയാവണത്? പ്രവാചകന്മാരുടെ ഖബറിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെ മറ്റു ഖബറിന്റെ അടുക്കലും ആകാവൂ എന്നെവിടുന്ന് കിട്ടി? രണ്ടാമത്തത്, പ്രവാചകന്മാരുടെ ഖബറിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ?
അതിനൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. ഞാനതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, ഇതിപ്പോ ആവർത്തനായി. പ്രവാചകന്മാർ ഖബറുകൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചിട്ടാണ് അവർ വഫാത്തായിട്ടുള്ളത്. ആ കാര്യങ്ങളെല്ലാം ഇന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിലെ ഖബറാരാധകരായ APK സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഖബറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖബർ കെട്ടിപ്പൊക്കിക്കൊണ്ട് ഈ ഖബറാരാധന, അതിനോടനുബന്ധിച്ച് പുലർച്ചെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അവിടെ നിലവിളക്ക് കത്തിച്ചു വെക്കല്, അതുപോലെ അവിടെ അതിൽ എണ്ണ വെച്ചു കൊടുക്കല്, ഇതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അത് അവരിൽ നിന്ന് ദീൻ പഠിച്ച സഹാബാക്കളോ തബൂ താബീങ്ങളോ ആരും കണ്ടിട്ടോ അവർ ചെയ്തു കാണിച്ചു തന്നിട്ടോ ഇല്ല. അത് ചെയ്തു തന്നിട്ടുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ തെളിയിക്കാൻ പറ്റും. ഇപ്പൊ പുത്തമ്പള്ളിയിലൊക്കെ കാണാം ആണ്ടുപേർച്ച. അതുപോലെ ഒരു ആണ്ടുപേർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സഹാബാക്കളുടെ വഫാത്തിന്റെ ദിവസം വെച്ച് ഒരു ആണ്ടുപേർച്ച കഴിച്ചു കാണിച്ചു തന്നിട്ടുണ്ടോ? അന്ന് അരി ചോറ് വെച്ച് വിളമ്പിയിട്ടോ? അങ്ങനെ നിങ്ങൾ ഈ ജാറത്തിൽ കാട്ടിക്കൂട്ടുന്ന ഈ ആരാധനാ വിഷയങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പൊ നിലവിളക്ക് ശരിയായി. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളിലാ തീർപ്പ് വേണ്ടതില്ലേ? നിലവിളക്കിന്റെ പ്രശ്നങ്ങൾക്ക് തീർന്നോ? ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, ഓരോന്നോരോന്ന് പറയാം. എല്ലാം കൂടെ പറഞ്ഞാല് എവിടെ എത്തൂലല്ലോ. നിലവിളക്കിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിലവിളക്കിന്റെ സാധുത, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ജാറങ്ങളിൽ അത് കത്തിക്കപ്പെടുന്നത്, അത് തുടക്കം മുതലേ കത്തിച്ചു പോകുന്നത് വെളിച്ചത്തിനു വേണ്ടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, വീടുകളിൽ സാധാരണ മുസ്ലിം വീടുകളിൽ കത്തിക്കാറില്ല എന്നടക്ക് നിങ്ങൾ പറഞ്ഞു. ഇല്ല എന്ന് നമ്മളും പറയുന്നു. വീടുകളിൽ അത്ര വലിയ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ഓരോ റൂമിൽ ഓരോ വിളക്കുകൾ എന്ന നിലക്ക് ചെറിയ വിളക്കുകളാണ് കത്തിച്ചിരുന്നത്. നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ വീട്ടിലാണ് വലിയ വിളക്ക് കത്തിക്കാറുള്ളത്. അത് അവരുടെ പൂജയുടെ ഭാഗമാണ്. നമ്മുടെ ഒന്നും വീടുകളിൽ അങ്ങനെ ഇല്ല. ജാറങ്ങളിൽ ഇത് കത്തിക്കുന്നത് അവിടെ കൂടുതൽ ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നവരും സിയാറത്ത് ചെയ്യുന്നവരുമൊക്കെയാണ്. അതുകൊണ്ട് അവിടെ വലിയ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ തിരികളുള്ള വിളക്ക് എന്നുള്ള നിലക്ക് അതിനെ അവർ ഉപയോഗിച്ചു പോന്നു. എന്നാൽ കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ പുറത്ത് നിലവിളക്ക് എന്ന ആ ഒരു വിളക്കിന് പരിചയമില്ലാത്ത രാജ്യങ്ങളാണ്. അറബ് രാജ്യത്തൊന്നും പണ്ട് നിലവിളക്ക് എന്ന ഒരു സമ്പ്രദായം അവർക്ക് അറിയില്ല. അതുകൊണ്ട് ആയിരിക്കണം അവർ അങ്ങനെയുള്ള ഒരു വിളക്ക് ഉപയോഗിച്ചതായി കാണുന്നില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ആ വിളക്ക് സുപരിചിതമാണ്. പീടികയിൽ നിന്ന് ഒരു നിലവിളക്ക് വാങ്ങുമ്പോൾ ആ നിലവിളക്കിന് ദിവ്യത്വമില്ലല്ലോ. പിന്നീട് അതിനെ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് പൂജയായി മാറുന്നു. എന്തിനാണ് വെറുതെ ഒരു വിളക്കിനെ നമ്മൾ കൊണ്ടുപോയി മതത്തിന്റെ പേരിൽ അതിനെ മാറ്റി നിർത്തുന്നത്? വിളക്കിനെവിടെയാണ് മതം? അതിനെ മതചടങ്ങുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് അതായി മാറുന്നു. വെളിച്ചത്തിനു വേണ്ടി ഉപയോഗിച്ചാൽ അതായി മാറുന്നു. ഇപ്പോ ഒരു കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഒരു ബിംബത്തെ തന്നെ നമ്മൾ അലക്കുകല്ലായി ഉപയോഗിച്ചാൽ അതിന് ബിംബത്തിന്റെ സ്ഥാനമുണ്ടോ? ഞാൻ ഇപ്പോ ഒരു ബിംബത്തെ കൊണ്ടുപോയി എന്റെ വീട്ടിൽ അലക്കുകല്ലായി ഉപയോഗിച്ചു, അതിന് തുണി തിരുമ്പാൻ ഉപയോഗിച്ചു, അതിന് വിരോധമുണ്ടോ? നിങ്ങളെ കണക്ക് എന്താണ്? ആ ബിംബത്തെ, അതേ ബിംബത്തെ തന്നെ ഞാൻ അതിനെ എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ അത് ആ ബിംബത്തിനെ ആദരിക്കുന്ന രൂപത്തിൽ അതിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ അത് തീർച്ചയായും തെറ്റാണ്, ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ അതേ സാധനം തന്നെ ഞാൻ അവിടെ ഇട്ടുകൊണ്ട് അതിന്റെ മുകളിൽ തുണി അലക്കിയാൽ ഞാൻ അതിനെ പൂജിച്ചു എന്ന് പറയോ? അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആ രൂപത്തിൽ കാര്യങ്ങളെ കൃത്യമായി വേണ്ട രീതിയിൽ വേർതിരിച്ചു മനസ്സിലാക്കാൻ, സംഘടനാ പക്ഷപാതിത്വമൊന്നുമില്ലാതെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സത്യം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അത് ഏത് സാധാരണക്കാരനും അറിയാവുന്നതും ആകുന്നു. പിന്നെ മറ്റു പ്രവാചകന്മാരുടെ ഖബറുകളെ
സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു. ഇബ്നു തൈമിയയുടെ ഖബറിന്റെ അടുക്കൽ ഖബർ വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയോന്നറിയില്ല. എനിക്ക് അതിനെ നിങ്ങൾ അംഗീകരിക്കേണ്ട. ഇബ്നു തൈമിയ ഒരിക്കലും സമസ്തക്കാരനല്ല. ഇബ്നു തൈമിയയുടെ ഖബർ പരിചരിക്കുന്നവരും സമസ്തക്കാരല്ല. കേരളത്തിലുള്ള AP, EK വിഭാഗങ്ങളുടെ ഒരു പ്രതിനിധിയും ഇബ്നു തൈമിയയുടെ ഖബറിന്റെ അടുക്കൽ അതിന്റെ പരിചാരകരായി ഇല്ല. ആ ഖബർ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. അത് മാർബിൾ കൊണ്ട് അതിനെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ മുകളിൽ വലിയ കുബ്ബയുണ്ട്. ആ കുബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷാ ബീവിന്റെ വീടിന്റെ മുകളിൽ ആ കുബ്ബ ഉണ്ടായിരുന്നില്ല. പിന്നീട് പരിശുദ്ധ ഇസ്ലാമിന്റെ നേതാക്കന്മാരും വക്താക്കളും ഭരണാധികാരികളും ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിച്ചവരും പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കിയവരും തന്നെയാണ് അത് സ്ഥാപിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. അപ്പോ അതിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? ഇതൊക്കെ അറിയാൻ താൽപര്യമുണ്ട്. അവിടെ ഇബ്നു തൈമിയയെ കുറിച്ച് പറഞ്ഞു. ഇബ്നു തൈമിയയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇബ്നു തൈമിയ APCന്റെ IKSന്റെ അല്ലാന്ന് പറഞ്ഞു. മരിച്ച ഇബ്നു തൈമിയ എന്തായാലും ഇബ്നു തൈമിയയുടെ കെട്ടിപ്പൊക്കില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന് കിതാബിൽ നിന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാരും അത് ചെയ്യുകയുമില്ല. പിന്നെ ഇവിടെ ഇന്ന് പ്രവാചകന്റെ അതായത് ബദരീങ്ങളെ പേരിൽ ബദർ മൗലൂദ് കഴിക്കുന്ന സുന്നികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്ഥലത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ നമുക്ക് മറുപടി വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ബദരീങ്ങളെ വിളിച്ചു തേടിയിട്ട് ആക്കുജായ കൊണ്ട് തേടിയിട്ടൊന്നും പ്രവാചകനെ സഹാബാക്കളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അവര് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സമസ്തക്കാരായ ഖബർ പൂജ അടക്കം നടത്തുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇതിനോട് ബന്ധപ്പെടുത്തി അവരും പ്രവാചക സ്നേഹികളാണ് അല്ലെങ്കിൽ ബദരീകളെ സ്നേഹിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് ഈ ഇബ്നു തൈമിയയുടെ കാര്യവും. ഇബ്നു തൈമിയയുടെ ഖബറിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പം അഭിപ്രായത്തിൽ പതൊക്കെ സമസ്തക്കാർ ചെയ്യുന്നതാണ്. ഇബ്നു തൈമിയന്റെ പിന്നെ ഖബറിന്റെ അവിടെ ഇപ്പോ കേരളത്തിൽ സമസ്തക്കാർ പോയിട്ടാണ് ഇപ്പൊ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലാണ് നിങ്ങളുടെ സംസാരം. കേരളത്തിലെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മരണദിനത്തോടനുബന്ധിച്ച് ചരമദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന മൗലിദ് പാരായണം, അന്നദാനം തുടങ്ങിയ തികച്ചും ഇസ്ലാമികമായി അംഗീകാരമുള്ളതും പ്രമാണബദ്ധവുമായ അസ്സലാമലൈക്കും. ഷംസുദ്ദീൻ ഫൈസ കട്ടതുണ്ട്. ഷംസുദ്ദീൻ ഫൈസാനൊന്ന് ബൗൺസ് കൊടുക്കി. നല്ലൊരു ചർച്ച ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈസിയും അതുപോലെ മൻഹജ് സലഫ് ഐഡിയിലുള്ള സഹോദരനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. DC ഉണ്ട്. ഉസ്താദ് DC ആണോ ചോദിക്കുന്നുണ്ട് പ്രേമില്. ചിലപ്പോ അവിടെ മൈക്കിലുണ്ടാവും, ഉസ്താദിന്റെ സിസ്റ്റത്തില് മൈക്കിലുണ്ടാവും.
പക്ഷെ അതേതായാലും നല്ല മൻഹജ് സലഫിന് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള ആൻസറുകളാണ് വന്നുകൊണ്ട് വാശി ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ മരിച്ചു പോകാനുള്ളതാണ് എന്ന ചിന്ത. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധിക നേതാക്കളും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് വഫാത്തായി പോയത്. മുജാഹിദിന്റെ ഏതെങ്കിലും മൗലവിന് ആ പേരുണ്ടല്ലോ. എത്രത്തോളം വമ്പാട്ടിന്റെ അടുത്തുള്ള ഒരു മൗലവി ഉണ്ടായില്ല, അതൊക്കെ അടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ്. അതെല്ലാം പഠിത്തം പുറത്തു കൊടുക്കാം, നമുക്ക് ആണെങ്കിൽ ദുആ ചെയ്യാം, ഹിദായത്തിനെ കിട്ടുകൊടുക്കാം. അതോ അതിന് നമ്മൾ വാദിക്കാൻ മറ്റൊന്നും വേണ്ട. അപ്പൊ അത് അനുഭവങ്ങളാണ്, കണ്ണുമുന്നിൽ ഉള്ള സംഭവങ്ങളാണ്. അപ്പോ നിലവിളക്ക് എന്നല്ല, ഇവർക്കൊക്കെ തന്നെ വാശിയാണ് നമ്മളോട്. യാറം കണ്ട വാശി, ഖബറ് കണ്ട വാശി, ഖബറിനോട് ദേഷ്യം, ഖബറ് കെടുക്കുന്ന വലിയനോട് ദേഷ്യം, പ്രവാചകനായാലും ഔലിയാക്കന്മാരായാലും ശുഹദാക്കളായാലും സ്വാലിഹീങ്ങളായാലും ഒക്കെ അവരോട് ദേഷ്യം. എന്താ കാര്യം? ഖബറ് മരണത്തെ ചിന്തിക്കാനുള്ളതാണ്, സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. ഇവര് മരിച്ചാല് പൂച്ചക്കുട്ടിനെ കൊണ്ടുവച്ചാൽ എപ്പോഴെങ്കിലും അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വന്ന് കൊണ്ട് നോക്കും. ഇവരൊക്കെ വാപ്പാരും വല്യപ്പാരന്മാരും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പിന്നെ പോയി നോക്കൂല. എത്ര ഉണ്ട് മുജാഹിദിന്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള മക്ബറകള്, ഖബർസ്ഥാനികള്. ഓൺസ്ലൈനിൽ പോയിട്ടുള്ളൂ, ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് വരും. ഒരു മിനിറ്റ്, മൻഹജ് സലഫ് ക്ഷമിക്കണം. ഉസ്താദ് വന്ന് വിഷയം പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും മൈക്കിൽ വരണം. ഞങ്ങൾക്ക് സംശയം തീരുന്നത് വരെ ചോദിക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ. ശംസുദ്ദീൻ ഫൈസി ഉസ്താദാണ് ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഉസ്താദ് തന്നെ ഓരോ വിഷയങ്ങൾ അതിൽ ഇടപെട്ട് സംസാരിക്കും. ഉസ്താദ് DC വന്നിട്ടുണ്ട്. ഉസ്താദ് മൈക്കിൽ വരണം. അസ്സലാമു അലൈക്കും. ഉസ്താദ് എടുത്തതിന് ശേഷമേ മൻഹജ് സലഫ് എടുക്കാൻ പാടുള്ളൂ. അസ്സലാമു അലൈക്കും. ഞാൻ എവിടെ വെച്ചാണ് DC ആയതെന്ന് എനിക്കറിയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കളുടെ ഒക്കെ ഖബറുകളുടെ അടുക്കൽ ഇസ്ലാമികമായി പ്രാമാണികമായി സപ്പോർട്ടുള്ള അംഗീകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നുവരുന്നത്. എന്നാൽ ചിലയിടങ്ങളിലൊക്കെ ചില അനിസ്ലാമികമായ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ ശക്തിയായി എതിർക്കുകയും അതിനെതിരിൽ ക്യാമ്പയിനുകളും മറ്റും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF വളരെ ശക്തിയായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള അനാചാരങ്ങൾ അല്ലെങ്കിൽ ദുഷിച്ച പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കപ്പെട്ടത് തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാഹുവിന് 1000 സ്തുതി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്നാൽ സിയാറത്തിന് പോവുക, അവിടെ ഇത്തരത്തിൽ പറയപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബറക്കത്തെടുക്കലുകൾ, തവസ്സുൽ, ഇസ്തിഗാസ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യൽ, ഇതൊക്കെ പ്രാമാണികമായി പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ ഓരോ വിഷയം വെച്ച് മൻഹജുസ് സലഫ് പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളുമായി പലപ്പോഴും നമ്മളൊക്കെ ചർച്ച നടത്തിയതും ആണ്. അത് ഒരു പുതിയ വിഷയമല്ല. അതുകൊണ്ട് തന്നെ അതിലൊന്നും വലിയ ഒരു പുതുമ ഇവിടെ ആർക്കും നിങ്ങളുടെ സംസാരത്തിൽ തോന്നുന്നില്ല. വിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞത്. അതിന്റെ വ്യക്തമായ ഭാഗം സാധാരണ മനസ്സിൽ മറ്റൊരു ഉദ്ദേശ്യം വെച്ച് ചോദിക്കാത്ത എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വിനീതനായ ഞാൻ വ്യക്തമാക്കിയിട്ടും ഉണ്ട്. അബ്ദുള്ള കുമ്പളെ
ചോദ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൻഹജുൽ സലഫിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക. അടുത്തതായി അബ്ദുള്ള കുമ്പിളേക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇവിടെ ബഹ്മാനിയ ഉസ്താദ് പറയുകയുണ്ടായി, കേരളത്തിലെ ഖബറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വർക്കത്തൊടുക്കലുകളാകട്ടെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന നേർച്ചകളൊക്കെ അതായത് ഇസ്ലാമില് തെളിവുള്ളതാണെന്ന് പറയുന്നുണ്ടായി. ഞാൻ ഉസ്താദിനോട് പല ആവർത്തി ഞാൻ ചോദിച്ചതാണ്, പ്രവാചകന്മാരോ സഹാബാക്കളോ ആരെങ്കിലും ഇത്തരം നമ്മളൊന്ന് കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഖബറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തതായിട്ട് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് പറയുകയുണ്ടായില്ല. അവർ ചെയ്തെങ്കിലേ ആവുള്ളൂ എന്നൊക്കെ ചോദിച്ച് ഉസ്താദ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അത് ശരി, അത് ഒഴിഞ്ഞുമാറ്റമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഞാൻ നിങ്ങളോട് കൃത്യമായി ചോദിക്കാണ്, പ്രവാചകന്മാർ ചെയ്തതേ മറ്റുള്ളവർക്ക് ചെയ്യാവൂ എന്നതിന് ഇസ്ലാമിൽ എന്താണ് മാനദണ്ഡം? നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രവാചകന്മാർ ചെയ്തതേ ചെയ്യാവൂ എന്നതിന് എന്താണ് മാനദണ്ഡം? ഇസ്ലാമിൽ അങ്ങനെയുണ്ടോ? പ്രവാചകന്മാർ ചെയ്തത് മാത്രമേ ചെയ്യാവൂ എന്നത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഞാൻ ഒഴിഞ്ഞു മാറിയതല്ല, നിങ്ങളോട് തെളിഞ്ഞു നിന്ന് ചോദിച്ചതാ. എവിടെ ഒഴിഞ്ഞു മാറിയത്? അതിന് നിങ്ങളാണ് പറയേണ്ടത്. പ്രവാചകന്മാർ ചെയ്തതേ ചെയ്യാവൂ എന്നത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇവിടെ അല്പം മുമ്പ് തന്നെ ഉസ്താദ് പറഞ്ഞാണ് ദീനിൽ തെളിവാണ്, അതാണ് ദീനിൽ വളരെ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ വിചാരങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പം ചിലത് ഒഴിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ദീനിൽ അടിസ്ഥാനമുള്ളത്? നിങ്ങൾ ഖബറുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാറം കെട്ടിപ്പൊക്കി ജനങ്ങളുടെ, അതായത് ഉദാഹരണത്തിന് പൊന്നാനിയിലൊക്കെ പോയാൽ കാണാം, പുതുപൊന്നാനി അല്ലെങ്കിൽ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലൊക്കെ കാണാം, കൊടിയെടുത്തു കഴിഞ്ഞാൽ 25 രൂപ. പല രീതിയിലുള്ള ജാറം മൂടുന്നതിന് 50, ഇതുപോലെ ഒരുപാട് പൈസ പിടുങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ സാധാരണക്കാരുടെ ഈമാൻ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട് മുസ്ലിംമാര്. ഇതിനൊക്കെ ഇസ്ലാമിൽ എന്താണ് തെളിവ്? അതാണ് എന്റെ ചോദ്യം. അത് ഉസ്താദോട് പറയുകയുണ്ടായി, അതിനൊക്കെ അടിസ്ഥാനപരമായി ഇതുണ്ട്, തെളിവുണ്ട്, രേഖകളുണ്ട്. എന്നാൽ ഉസ്താദിനൊക്കെ ഇവിടെ പറയാമോ? നമ്മള് അമീർ എരിയലൂർ സാഹിബിനെ പോലത്തുള്ള പാവപ്പെട്ടവർക്കൊക്കെ അതിൽ നിന്ന് ശരിയല്ലെങ്കിൽ തിരിച്ചു പോരാനും കഴിയുമല്ലോ യഥാർത്ഥ ദീനിലേക്ക്. യഥാർത്ഥ ദീനിലേക്ക് വന്നവരിപ്പോ കുടുങ്ങിയിട്ടല്ലേ? കണ്ടില്ലപ്പങ്ങളെ, നിങ്ങൾ പറയുന്ന യഥാർത്ഥ ദീനിലേക്ക് വന്നവരൊക്കെ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എത്തും പിടിയില്ലാതെ നിൽക്കുകയാണ്. ഇനി പിന്നെ അതിലേക്ക് ആൾക്കാരെ വിളിക്കുക. കപ്പല് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഓരോ പലകന്റെ മുകളിൽ ഓരോരുത്തർ രക്ഷപ്പെടുക. നിങ്ങൾ പിന്നെ ആ പൊളിയണ കപ്പലിലേക്ക് ആളെ വിളിക്കുക. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നെന്ന് മറ്റേലേക്ക് ഓടല്ലേ? ഒരു കാര്യം പറഞ്ഞ് അത് പൂർത്തിയാക്ക്. പ്രവാചകന്മാരൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നാ നിങ്ങൾ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, പ്രവാചകന്മാർ പഠിപ്പിച്ചത്, അവരുടെ ഖബറിന്റെ അടുക്കലുള്ളത്, അവർ പറഞ്ഞത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതിങ്ങോട്ട് പറ. എന്നിട്ടാ അടുത്തത്. നിങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ കൊട്ടക്കണക്കിന് മറിച്ചിട്ടാണ്ട് ആൾക്കാരെ പറ്റിക്കല്ലേ, ആളുകൾക്ക് സംശയം തീർക്കലല്ലേ. അമീർ ഇരിങ്ങല്ലൂരിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോന്നോരോന്ന് പറ. പ്രവാചകന്മാർ ചെയ്തതേ ചെയ്യാവൂ എന്നത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ പറയുന്നു, ഒരു പ്രവാചകനും ചെയ്യാത്തതും ഇസ്ലാമിൽ ചെയ്യാവുന്നതാണ്. ഒരു സഹാബിയും പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യാവുന്നതാണ്. അത് പാടില്ല എന്നതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ്?
ഇവിടെ വീണ്ടും ഉസ്താദ് കിടന്ന് ഉരുളുകയാണ്. യഥാർത്ഥത്തിൽ എന്റെ ചോദ്യം ഉസ്താദിന് മനസ്സിലാവാതെയാണോ അത് മനസ്സിലാവാതെ അഭിനയിക്കുകയാണോ എന്ന് മനസ്സിലായില്ല. അതായത് ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖബറാരാധനയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ AT വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാറങ്ങളിലുള്ള ഈ സിസ്റ്റങ്ങളിൽ, അതായത് ജാറമൊന്നും പുതുതായി ഉണ്ടായതല്ലോ. ഉദാഹരണത്തിന് വൈറസ് ഉപയോഗിക്കണോ എന്നൊരു ചർച്ച ഇപ്പൊ പറയുന്നത് നമുക്ക് നടത്താം. കാരണം പുതിയതായിട്ടുണ്ടായതാണ്. ജാറം അല്ലെങ്കിൽ ഖബറൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണല്ലോ ഉസ്താദ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് ബർക്കത്ത് കിട്ടും. അപ്പോ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായില്ല എന്നുകൊണ്ട് നിങ്ങളുടെ ഈ വാദങ്ങൾക്കൊക്കെ ചെന്ന് എത്തുന്നത്. കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ ഉദാഹരണത്തിന് ബദർ യുദ്ധത്തിൽ തന്നെ എത്രയോ സഹാബാക്കൾ ഷഹീദായിട്ടുണ്ട്. ആ സഹാബാക്കളുടെ കബറുകളിൽ നിന്നൊക്കെ ബർക്കത്തെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ദീനിന്റെ ഒരു കാര്യമാണെങ്കിൽ അപ്പൊ അത് ചെയ്തില്ലെന്നുള്ളപ്പോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രവാചകന് മനസ്സിലായില്ല എന്ന് വേണ്ടി ദീൻ അവിടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉസ്താദ് ഇവിടെ നമുക്ക് ഈ അമീറിന് വേണ്ടിയിരുന്നൊക്കെ പാവങ്ങൾ അവരൊക്കെ രാപ്പവന് വേണ്ടിയിരുന്ന വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവർ വിചാരം ശരിയാണെന്ന അവർക്കൊക്കെ നാളെ പരലോകത്ത് വിജയം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. ബഹുമാനപ്പെട്ട മൻഹജു സലഫെ, ഞാനല്ലല്ലോ ഇപ്പൊ ഉരുളുന്നത് ആരാന്ന് ഇവിടെയുള്ള ഈ 106 ആൾക്കാർക്കും 105 ആൾക്കാർക്കും മനസ്സിലായുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ലേ പ്രവാചകന്മാരിത് കാണിച്ചു തന്നിട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞു പ്രവാചകൻ കാണിച്ചു തരേണ്ടതില്ലാന്ന്. പ്രവാചകൻ കാണിച്ചു തരാത്തതും മുസ്ലിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പാടില്ലെങ്കിൽ നിങ്ങൾ അത് പറ, പാടില്ല എന്നതിന് തെളിവ് പറ. പ്രവാചകന്മാർ കാണിച്ചു തന്നത് മാത്രമേ ചെയ്യാവൂ എന്നതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ്? ജാറത്തില് പ്രവാചകന്റെ കാലത്ത് ആരും സിയാറത്തിന് പോയിട്ടില്ല എന്ന് വെക്ക്. പോയിട്ടുണ്ടോ എന്നുള്ളത് വേറെ ചർച്ചയാണ്, നമുക്ക് ചെയ്യാം, വിശദമായിട്ട് ചെയ്യാം. ബർക്കത്തെടുത്തിട്ടുണ്ടോ നമുക്ക് പറയാം. പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രവാചകനും കാണിച്ചു തരാത്തതും പ്രവാചകന്റെ അനുയായികൾക്ക്, വിശ്വാസികൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് മാനദണ്ഡങ്ങളുണ്ട്. അത് പാടില്ല എന്ന് നിങ്ങൾ എവിടുന്നാ പറയണത്? ഏത് ഇസ്ലാമിന്റെ ഏത് പ്രമാണം വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്? എവിടെ ഞാനൂരിണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മിനിറ്റ് ഒന്ന് ഇടപെടണേ, കാരണം സമയം 12:05 ഉസ്താദ് കുവൈത്തിലാണ്. സുബഹിക്ക് നേരത്തെ എണീക്കേണ്ട ആളാണ്. അപ്പോ ഉസ്താദോട് നേരത്തെ വൈകുന്നേരം വന്നിരിക്കും. മൻഹജ് സലഫിന്റെ നിങ്ങൾ വിഷയത്തിൽ ചർച്ച ചെയ്യണ്ടോ? 1-2 റൗണ്ട് കൂടി മൈക്ക് എടുക്കാം. അതിനുശേഷം ചർച്ച അവസാനിപ്പിക്കണം. ഇവിടെ ഹദ്ദാദ് രാത്രി പരിപാടികളൊക്കെ ഉണ്ട്. നേരത്തെ വന്നോളൂ നിങ്ങള്. മൻഹജ് സലഫ് എഷാക്കന്നെ വന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇവിടെ ക്ലാസ് റൂം ഫ്രീ ആണ്. ഈ പാതിരാ സമയത്തുണ്ട് ഉസ്താദ്മാർ അധികം ഇരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷയത്തിൽ നിങ്ങളിപ്പോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? മൈക്ക് എടുത്തോളൂ. 1-2 റൗണ്ടും കൂടി എടുത്തോളൂ. പിന്നെ നമുക്ക് ബാക്കിയെടുക്കാം. മുമ്പ് പറഞ്ഞ ഹുസൈൻ സലഫിയെ കേരളത്തിൽ എവിടെ വെച്ചും സംവാദത്തിന് SKSF റെഡിയാണ്, ഉണ്ടെങ്കിൽ എത്തിക്കുക. മൂപ്പര് കേരളത്തിലെത്തിയാൽ ചെലവും കൂടി ഞങ്ങൾ വഹിച്ചോളാം മൂപ്പരത് എന്ന മുൻപ് പറഞ്ഞ അതേ വാക്ക് ഇപ്പോഴും ഒന്നും കൂടി പ്രഖ്യാപിക്കുന്നു എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. നിങ്ങൾ ആ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ വിഷയത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. ഉസ്താദ്മാരെ അധികം ഇരുത്താൻ പറ്റില്ല. ഇവിടെ നമ്മുടെ വിഷയം പ്രവാചകന്മാർ ചെയ്തത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. ഞാനവിടെ ചോദിച്ചതിന്റെ ചോദ്യം ഉസ്താദ് ഒന്ന് വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ചോദിച്ചത് പ്രവാചകന്മാര്
അല്ലെങ്കിൽ സഹാബാക്കളോ അല്ലെങ്കിൽ തബോ താബീങ്ങളോ ആരെങ്കിലും ഈ രൂപത്തിൽ ഖബറുകളെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന് നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയോ എന്തെങ്കിലും അല്ലെങ്കിൽ ദീനിന് വേണ്ടിയിട്ട് തന്നെ ഏതെങ്കിലും ഒരു ഖബർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ടോ? അത് തെളിവ് പറഞ്ഞു കൊടുക്കുക. കാരണം ഇവിടെ ഇനിയും ഇനി ഉറങ്ങാൻ തയ്യാറില്ലാതെയാണ് സഹോദരങ്ങളൊക്കെ ഇനി രാത്രി ഉറക്കാനാ പോകുന്നത്. ഇതൊക്കെ പുണ്യം കിട്ടുമെന്ന് എഴുതി ചെയ്യുന്നതാണ്. കാരണം പിശാചിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നബിസല്ലല്ലാഹു സാഹത്തെ പഠിപ്പിക്കാത്ത ചെയ്യുമ്പോൾ ശൈത്താനത് ഇഷ്ടമാവും. കാരണം അതിന് ഇസ്തിഗ്ഫാറുണ്ടാവില്ലല്ലോ. അപ്പൊ ഉസ്താദ് ഈ വിഷയം ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉസ്താദ് അത് വിശദമാക്കുക. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖബർപൂജയുമായി ഉള്ള സമസ്ത ഇരു വിഭാഗങ്ങൾ ഏതൊരു വിഭാഗമായിട്ട് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഖബറുകൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമികമായി എന്ത് തെളിവുണ്ട്? അല്ലാതെ പ്രവാചകൻ ചെയ്തോ എന്നുള്ള ആ ഒരു വാദത്തിൽ നിന്ന് ഇതായിട്ട് പ്രവാചകന്മാർ ചെയ്ത് മാത്രമേ ചെയ്യാവൂ എന്ന് ചോദിച്ചുകൊണ്ട് വിഷയത്തെ മാറ്റിക്കൊണ്ടുപോകാതെ ഇതിന്റെ യഥാർത്ഥ ലെവലിലേക്ക് നമ്മൾ ചർച്ച വരണം. പിന്നെ സ്ഥാപനം കുവൈറ്റിലായതുകൊണ്ട് വേണ്ടെടുക്കുന്നതിന് ഞാൻ പിന്മാറിത്തരാം. അതുകൊണ്ട് കുഴപ്പമില്ല. നാളെ ആയാലും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. പക്ഷെ വിഷയം ഇതാണ് എന്റെ ചോദ്യം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന് മരിച്ചാല് മരണത്തെ ഓർക്കാനാണ്. അതുപോലെ ഖബറിന് യാത്ര ചെയ്യുക, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് എനിക്കറിയുമല്ലോ. ഇനി അതല്ല അതിൽ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത് നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ നമ്മൾ ശരിയാണെങ്കിൽ അത് സഹിയാണെങ്കിൽ സ്വീകരിക്കാനും തയ്യാറാണ്. ഞാനും പഴയ ഒരു സമസ്തയിലെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. ഞങ്ങളെ പരമാവധി പറയാൻ അനുവദിച്ചതാണ്. സത്യത്തിൽ നിങ്ങളെ പ്രസംഗത്തിന് വിടുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയണതൊക്കെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്നതൊന്ന് ചർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ചോദിക്കാൻ ഞാനിങ്ങനെ മറുപടി പറയാനുള്ളതല്ല. നിങ്ങളൊന്ന് ചോദിക്കുമ്പോ അതിനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചോദിക്കണേന് ഇങ്ങോട്ടും പറഞ്ഞു തരണം. അതും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞത് ഏത് പ്രവാചകനാണ് അങ്ങനെ കാണിച്ചു തന്നതെന്നാണ്. അതിനാണ് ഞങ്ങളോട് ചോദിച്ചത് പ്രവാചകൻ കാണിച്ചു തരണം എന്ന് എവിടെയുള്ളത്. നിങ്ങൾ അതിനൊന്നും പറയണില്ല. നിങ്ങളപ്പോ അവിടുന്ന് ഇങ്ങനെ ഈ മുജിനെ പിടിച്ച മാരിയാണ്ട് ഒഴിഞ്ഞിട്ട് വേറെ ഇങ്ങോട്ട് ചോദിക്കുക. അങ്ങോട്ട് ചോദിക്കണതിന് മറുപടി ഉണ്ടോ? അത് പറയാണ്ടെങ്കിൽ പറയും. പിന്നെ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിവിടെ പിന്നെ ഉറങ്ങൊക്കെ വേണം കുറച്ച്. പക്ഷെ നിങ്ങൾ നേരെ വഴിക്ക് ചോദിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കും. നിങ്ങളിങ്ങനെ അങ്ങോട്ട് ഒരു ഒറ്റ എന്താ പറയാ വൺ വേ ആകരുത്. പണ്ടാരോ പറഞ്ഞമാതിരി ഞാന് 25 ചോദ്യം ചോദിച്ചു, അതിനൊന്നും മറുപടി പറഞ്ഞില്ലായിരുന്നു. അങ്ങോട്ട് ചോദിക്കുന്നൊന്നും കേൾക്കാതെ എങ്ങോട്ടാ ചോദിച്ചത് ഇങ്ങനെ ആവർത്തിച്ചാൽ മതിയോ? അങ്ങോട്ട് ചോദിക്കണമെന്നും പിന്നെ ചോദ്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചോദിച്ചോടുത്ത് നിൽക്ക്, എന്നിട്ട് അതിന്റെ മറുപടി പറ. നിങ്ങൾ ചോദിച്ചു ഇന്ന് കേരളത്തിൽ കാണുന്ന ഖബറുകളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏത് പ്രവാചകന്റെ മാതൃകയാണ്, ഏത് പ്രവാചകനാണ്, ഏത് സഹാബിമാരാണ് അങ്ങനെ കാണിച്ചു തന്നത് എന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് പ്രവാചകന്മാർ കാണിച്ചു തന്നത് മാത്രമേ ചെയ്യാവൂ എന്നതിന് നിങ്ങൾക്ക് എന്താണ് മാനദണ്ഡം? അതിന് നിങ്ങളെന്താ മറുപടി പറയാത്തത്? അതിന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകാം. അങ്ങനെയുള്ളൊരു മര്യാദ. ഒന്ന് കഴിഞ്ഞിട്ടല്ലോ രണ്ട്. ഇവിടെ പ്രവാചകൻ ഖബറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വിഷയം, ഇപ്പൊ നമസ്കാരം നമ്മൾ എങ്ങനെ നമസ്കരിക്കണം എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം എങ്ങനെയൊക്കെ ഖബറുമായി സമീപിക്കണം എന്നുള്ളതും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖബറിൽ ചെയ്യേണ്ട ഖബറാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഖബറാളികളിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ ഇന്ന് കേരളത്തിലെ ഇരു സമസ്തകൾ മത്സരിച്ചുകൊണ്ട് ചിലയിടത്ത് ഇല്ലാത്ത ഖബറിന് പോലും
ക്ഷമിക്കണം, നിങ്ങളുടെ ഡൗട്ട് ഇട്ട് നിങ്ങളാ ചോദിച്ചതന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ചോദിച്ചത് തന്നെ വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ഇങ്ങോട്ട് മറുപടി പറ. നിങ്ങളുടെ വിശദീകരണമല്ല വേണ്ടത്. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും പറയേണ്ടത് അത് തന്നെയാണ്. പ്രവാചകന്മാര് ഖബറുകളോടനുബന്ധിച്ച് എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, പ്രവാചകന്മാരാ പഠിപ്പിച്ചു തന്നതല്ലാത്തതും ചെയ്യാവുന്നതാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നത് മാത്രമല്ല ചെയ്യൽ ജായിസായിട്ടുള്ളത്, അല്ലാത്ത കുറെ കാര്യങ്ങളും ജായിസാണ്. അതില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? പ്രവാചകന്മാർ ചെയ്തത് മാത്രമേ ചെയ്യാവൂ എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അതിന് ഇസ്ലാമികമായി എന്താണ് മാനദണ്ഡം? ഇനി അത് വിശദീകരിക്കല്ല വേണ്ട, അതിന്റെ മറുപടിയാ പറയണ്ടേ. ഞാൻ പറയുകയുണ്ടായി, പ്രവാചകനായിക്കോട്ടെ സഹാബാക്കളായിക്കോട്ടെ അവരൊക്കെ ഖബറിൽ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനും അപ്പുറമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഇരു സമസ്തക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്യുന്നതിന് ആ പ്രവാചകന്മാര് പഠിപ്പിച്ചത് വിട്ടു ചെയ്യുന്നതിന് എന്താണ് തെളിവെന്നാണ് എന്റെ ചോദ്യം. ഞാൻ അവര് പഠിപ്പിച്ചത് ചെയ്യണ്ട, അല്ലെങ്കിൽ അവര് പഠിപ്പിച്ചത് ചെയ്യാൻ പാടുള്ളൂ. അവിടെ അതിലപ്പുറം ചെയ്യാൻ. കാരണം ഇതൊരു പുതിയ വിഷയമല്ല. പുതിയ വിഷയമാണെങ്കിൽ നിങ്ങൾ പറയുന്ന ചോദ്യങ്ങളിലേക്ക് നമുക്കവിടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള പ്രസക്തിയുള്ളൂ. ഈ ഖബറ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ശംസുദ്ദീൻ സ്ഥാപനമുള്ള കാലത്ത് ഉണ്ടായത് മാത്രമല്ല, ഖബറ് പ്രവാചകന്റെ കാലത്ത് ഖബറിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് പോരാ എന്നുണ്ടോ? പിന്നെ അതിന് നമുക്ക് എന്ത് കൂട്ടാനുള്ള അർഹത അവിടെ ഉള്ളത്? അത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? പ്രവാചകന്മാര് ഖബറിന്റെ അടുക്കൽ ചെയ്യേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തൊന്നും പാടില്ല എന്ന് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഖബറിന്റെ അടുക്കൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്കൊന്നും പാടില്ല എന്നതിന് എന്താ തെളിവ്? നിങ്ങളാ പറഞ്ഞതെന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കല്ലേ? ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറ. നബിയും സഹാബത്തും ഖബറിനോടനുബന്ധമായി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് എവിടെ? എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാ പഠിപ്പിച്ചിട്ടുള്ളത്? ഇനി അപ്പുറത്തേക്ക് പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ പറഞ്ഞത് എവിടെയാ? ഞാൻ എന്തൊക്കെ ഈ ഖബറിന്റെ അടുക്കൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇതല്ലാത്ത ഒരു കാര്യവും ഖബറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എവിടെയുള്ളത്? ജവാസ്, അനുവദനീയം എന്ന ഒരു ഹുക്കുമുണ്ട് ഇസ്ലാമില്. അനുവദനീയം എന്ന് പറഞ്ഞ ഹുക്കുമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഖബറുമായി ബന്ധപ്പെട്ട് ചെയ്യാവൂ, എന്നിതിന്റെ അപ്പുറത്തേക്ക് ഒരക്ഷരം അനങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ശരിയാണ്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. നിങ്ങൾ പറഞ്ഞത് ഖബറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ആ പഠിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ഇനി ഒരക്ഷരം ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ല എന്നെവിടെയുള്ളത്? എന്നാ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്, അത് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ സമയത്ത് തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത വസിയത്ത് തന്നെ പൊങ്ങി നിൽക്കുന്ന ഖബറുകളൊക്കെ തട്ടി നിരപ്പാക്കണമെന്നാണ്. പിന്നെ ശേഖന കാന്തപുരടക്കം ഓച്ചിറ ഉപ്പാപ്പ എന്ന ദാമോദരന്റെ അടക്കം ഖബർ കെട്ടിപ്പറ്റി ഉദ്ഘാടനം നടക്കുകയാണ് കേരളത്തിൽ. ഇല്ലേ? ഇന്ന് സയ്യിദ് സമസ്തക്കാരും ഓരോ ജാറത്തിനു വേണ്ടി പിടിവലി കൂടുകയാണ്.
ഇതിന് എന്താ മാതൃകയുള്ളത്? അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്തുള്ള കബർ കെട്ടിപ്പൊക്കിയെന്ന പൊങ്ങിയ കബർ നിങ്ങളിങ്ങനെ പരക്കം പായല്ലേ മൻഹജു സലഫെ? ചോദിച്ചത് പറ. ഞാനങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചല്ലോ, അതിന്റെ മറുപടി പറ. അത് പറയാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൈക്കെടുത്താൽ മതി. നിങ്ങൾ അവിടെ ഇങ്ങനെ മറ്റേ മുസ്ലിയാർ അവിടെ ചെയ്തില്ലേ, ഈ മൊയ്ലിയാർ ഇവിടെ ചെയ്തില്ലേ, അതല്ലല്ലോ നമ്മളെ വിഷയം. ഖബറുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നെവിടെയുള്ളത്? ഞാൻ ഈ ചെയ്തത് മാത്രമേ ഖബറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എവിടെയുള്ളത്? അതാ നിങ്ങളോട് ചോദിച്ചത്. അതുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യുന്നത് പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മറുപടി പറ. ഖബറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനിതാ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു, ഇതിന്റെ അപ്പുറത്തൊന്നും നിങ്ങൾ ചെയ്യരുത് എന്നെവിടെയുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഏതൊക്കെ ഖബർ, പിന്നെ ഏതൊക്കെ ആളുകൾ പൊക്കുന്നു, ഏതൊക്കെ ആളുകൾ താഴ്ത്തുന്നു എന്നതല്ല വിഷയം. ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ? അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തുടരേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊക്കെ വേറെ പണിയുണ്ട്. മൻഹജിന് ഈ വിഷയത്തിൽ ഉത്തരം പറയണ്ട. ഉസ്താദ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നാളേക്കൊക്കെ പഠിച്ചു വരാൻ കഴിയും. ചോദിച്ചുകൊണ്ട് മറ്റ് ഓഫീസിലേക്ക് എഴുത്ത് കൊടുത്തിട്ട് റിപ്ലൈ കിട്ടിയിട്ട് വരാൻ അങ്ങനെ വേണമെങ്കിൽ അവസരം കൊടുക്കില്ല ഉസ്താദേ. അയാൾക്ക് അറിയില്ലെങ്കിൽ നാളെ എഴുത്ത് കൊടുത്തോട്ടെ, എന്നിട്ട് വന്നോട്ടെ. ഇങ്ങനെ ചോദിച്ചാൽ എവിടെ പറയണം എന്നുള്ളത്. ഈ വിഷയത്തിൽ മാത്രം സംസാരിക്കുക. മറ്റു വഴി വിട്ട വിഷയം ഈ വൈകിയ സമയത്ത് ഇവിടെ 9 9:30 നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈം വന്നിരുന്നു. 12:20 സൗദിയില്. അപ്പൊ നിങ്ങൾ ടൈം കണക്കാക്കണം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ നാളെ ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളി. നാളെ 9 മണിക്ക് വന്നോളി. ഇവിടെ റെഡിയാണ്. 9 മണിക്ക് 9:30 സൗദി സമയം. ഇവിടെ നമ്മുടെ ശംസുദ്ദീൻ ഉസ്താദിന്റെ ചോദ്യം തന്നെ വളരെ രസമാണ്. ഇവിടെ ഖബറുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ് ചെയ്യുന്നതെന്ന് പോലും ഞാൻ പറഞ്ഞിട്ട് പിന്നെ പ്രവാചകന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കുന്നത് തന്നെ എന്ത് പ്രസക്തിയുള്ളത് ശംസുദ്ദീൻ ഉസ്താദിന്റെ ചോദ്യത്തിന്? കാരണം ഞാൻ ഇവിടെ പറഞ്ഞു, അലി റളിയല്ലാഹു തആല അൻഹു അവസാനം കൊടുത്ത വസിയത്ത് തന്നെ ഖബർ കെട്ടിപ്പൊക്കരുതെന്നാണ്. ഇവിടെ കാന്തപുരം മുതൽ എല്ലാവരും ശംസുദ്ദീൻ ഉസ്താദ് അടക്കം എല്ലാ ഖബർ കെട്ടിപ്പൊക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ചോദ്യമെന്നാണല്ലോ, അതിലെല്ലാം വസിയത്ത് കൊടുത്തതാണല്ലോ ഖബർ കെട്ടിപ്പൊക്കരുതെന്ന്. ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ഒരു ഫിഖ്ഹി മസലയാണ്. ആ മസ്അല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ചെയ്ത കൂട്ടത്തിൽ കെട്ടിപ്പൊക്കാവുന്ന ഖബറുകൾ പറഞ്ഞിട്ടുണ്ട്, കെട്ടിപ്പൊക്കാൻ പാടില്ലാത്ത ഖബറുകളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏത് പ്രവാചകനാണ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്, ഏത് സ്വഹാബിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് പഠിപ്പിച്ചിട്ടുള്ളത്? അതിനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ഇപ്പോഴും അത് വിഴുങ്ങിക്കൊണ്ട് നടക്കുക, എന്നിട്ട് പുതിയ ഓരോന്നിങ്ങനെ എടുത്തിടുക. ഇന്ന് കേരളത്തിലെ ഖബറുകളുമായി ബന്ധപ്പെട്ട് ജാറങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഏത് പ്രവാചകന്റെ മാതൃകയാണെന്നാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിച്ചത്, പ്രവാചകന്മാർ മാതൃക കാണിച്ചു തന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നതിന് ഇസ്ലാമിൽ എന്താണ് മാനദണ്ഡം? പ്രവാചകന്മാർ ചെയ്തു കാണിച്ചത് മാത്രമേ ചെയ്യാവൂ എന്നതിനെവിടെയാണ് നിങ്ങൾക്ക് തെളിവ്? അത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല.
ബാക്കിയുള്ളതൊക്കെ പിന്നെ നിങ്ങൾ രണ്ടാമത് എടുത്തിട്ട കാര്യങ്ങളാ. അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഒന്നാമത്തോട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് ഇന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ നാളെ ബഹുമാനപ്പെട്ട അമീർ ഇരിങ്ങല്ലൂർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താണ് ചോദ്യമുള്ളതെങ്കിൽ അതുമായി നിങ്ങൾ നാളെ നേരത്തെ വന്നോളൂ. കൂടുതൽ സമയം ഞാനല്ലെങ്കിൽ ഇവിടെ നിരവധി ഉസ്താദുമാര് പണ്ഡിതന്മാരുണ്ട്. ഞാൻ അവരിൽ ഏറ്റവും ചെറിയ ഒരാൾ മാത്രമാണ്. നിരവധി ആളുകൾ നിങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തരാൻ പറ്റുന്ന രൂപത്തിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരിങ്ങനെ സാധാരണ ഈ മൻഹജു സലഫിന്റെ ഒക്കെ ആശയക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ചോദ്യം എടുത്തിടും, എന്നിട്ട് അതിന് വല്ലതും തിരിച്ചു ചോദിച്ചാൽ പിന്നെ അത് മിണ്ടാതെ പിന്നെ അപ്പുറത്തേക്ക് വേറൊന്ന് ചോദിച്ചിട്ട് പോകും. അങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ എടുത്തിട്ട് ആളുകളെ കൺഫ്യൂസ് ആക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആദ്യം ചോദിച്ചിടത്ത് നിൽക്കുക എന്നുള്ള മാന്യത പുലർത്താൻ നാളെ നിങ്ങൾ വന്നിട്ടെങ്കിലും നിങ്ങൾ തയ്യാറാകും എന്ന വിശ്വാസത്തോടുകൂടി നിങ്ങളെടുത്തിട്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ച നടത്താൻ നമ്മുടെ ക്ലാസ് റൂം എപ്പോഴും സന്നദ്ധമായിരിക്കും. അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നും കൂടെ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് വിരമിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്രയും നേരം ഇവിടെ സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇരുന്നത് അല്ലാഹു ഒരു പുണ്യകർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനെ അനുകരിക്കാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിനെ വർജിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.